ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് 7th ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഏതാനും പോയിന്റ്സ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ബേസ് ആയിട്ട് അറിഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓരോരോ രീതികളെ കുറിച്ച് അറിയണം. അതായത് എപ്പിക്കൾച്ചർ, യൂണിക്കൾച്ചർ, സെറികൾച്ചർ, ഫിസിക്കൾച്ചറിനെ കുറിച്ച് അറിയണം. അതായത് എപ്പിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ റിയറിംഗ് ഓഫ് ഹണി ബീസിലാണ് നമ്മൾ എപ്പിക്കൾച്ചർ യൂസ് ചെയ്യുന്നത്. ഇനി ക്യൂണിക്കൾച്ചറിലാവുമ്പോൾ നമ്മൾ റാബിറ്റ്സിലാണ് യൂസ് ചെയ്യുന്നത്. സെറികൾച്ചർ ആകുമ്പോൾ സിൽക്ക് ബോം ആണ്. ഫിസിക്കൾച്ചർ ഫിഷ് ആണ്. സിൽക്ക് ബോം എന്ന് പറഞ്ഞാൽ പട്ടുനൂൽപ്പുഴു എന്നൊക്കെ കേട്ടില്ല, അതാണ് സിൽക്ക് ബോം. അപ്പോൾ ഫിസിക്കൾച്ചർ ഫിഷിനാണ്. ഈ ഒരു ടൈപ്സ് നിങ്ങൾ പറയാട്ട് ഇത് എന്തായാലും പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് മാർക്ക് ഉറപ്പായി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെസ്റ്റ് കൺട്രോൾ ആണ്. എങ്ങനെയാണ് നമ്മൾ പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതെന്നാണ്. അത് ഏതൊക്കെ ടൈപ്സ് ഉണ്ടെന്ന് വെച്ചാൽ ബയോളജിക്കൽ കൺട്രോൾ ഉണ്ട്, മെക്കാനിക്കൽ കൺട്രോൾ ഉണ്ട്, പിന്നെ പെസ്റ്റിസൈഡ്സ് ഉണ്ട്. പെസ്റ്റിസൈഡ്സ് എന്ന് പറഞ്ഞാൽ കെമിക്കൽ ആൻഡ് ഓർഗാനിക് അതിൽ പെടും. അപ്പോൾ ഈ 3 സൈസ് കൺട്രോളിനെ കുറിച്ച് നമുക്ക് ഇത് ധാരണ ഉണ്ടായിരിക്കണം. നമുക്ക് പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതിയാവും. അപ്പോൾ അതറിയണം. പിന്നെ റീപ്രൊഡ്യൂസ് ബോത്ത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷനും അതിൻ്റെ ഓപ്പോസിറ്റ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷനും ഏതൊക്കെ രണ്ട് തരത്തിൽ പ്രത്യുൽപാദനം, അതായത് റീപ്രൊഡക്ഷൻ നടത്തുന്നത് ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉദാഹരണം ഇതാ ഷീമക്കൊന്ന, നമ്മുടെ വേലിയുടെ അവിടെയൊക്കെ നിൽക്കുന്ന ഷീമക്കൊന്ന ഇതിന് എക്സാമ്പിൾ ആണ്. പിന്നെ മിൻറ്റ് പ്ലാന്റ് എക്സാമ്പിൾ ആണ്. പിന്നെ സ്ട്രോബെറി, പൊട്ടറ്റോ, സ്പൈഡർ പ്ലാന്റ് ഇതിൻ്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇത്രയും നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചു നോക്കാം. പിന്നെ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെയാണെന്ന് പഠിച്ചിരിക്കുക. അതാണ് കൗഡങ്, ചിക്കൻ മാനുവർ, കമ്പോസ്റ്റ്, പിന്നെ ബോൺ മീൽ എന്ന് പറയുന്നത്. പിന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ യൂറിയ, NPK മിക്സ്ചർ, പിന്നെ ഫാറ്റ് ആൻഡ് ഫോസ്, സൾഫർ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന് എക്സാമ്പിൾ ആണ്. ഇനി നമ്മൾ പ്രോസസ്സ് രണ്ടെണ്ണോട് പഠിക്കാൻ പോകുന്നത് പ്രധാന ഒരു പ്രോസസ്സാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഈ ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞ സത്യത്തിൽ ഒന്നുമില്ല, നമ്മൾ മുറിച്ചെടുത്ത കമ്പിനെ തമ്മിൽ ജോയിൻ ചെയ്യുക. അതിനൊരു വേർഡ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ദി ബ്രാഞ്ചസ് ആർ ജോയിൻഡ് ടുഗദർ ഇറ്റ് പ്രൊഡ്യൂസസ് ന്യൂ വൺസ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ ഗ്രാഫ്റ്റിംഗ് എന്ന് പറയും. ഇന്നത്തെ കാലത്ത് ഗ്രാഫ്റ്റിംഗ് ഉപയോഗിച്ച് നമ്മൾ പലതരത്തിലുള്ള പ്ലാന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മുടെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹൈബ്രിഡൈസേഷൻ ആണ്. ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിഫിഷ്യൽ മെത്തേഡാണ്. എന്ന് വെച്ചാൽ മാൻമെയ്ഡ് ആയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ മെത്തേഡാണ്. അപ്പോൾ ഈ മെത്തേഡിൽ നമ്മൾ ആട്രിബ്യൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ 5 ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ 7th ക്വസ്റ്റ്യൻ തൊട്ട് പറയാണ്. 7th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ക്രോസ് പോളിനേഷൻ ആണ്. ക്രോസ് പോളിനേഷനിൽ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പോളൻ ഗ്രെയിൻസ് ട്രാൻസ്ഫർ ചെയ്യാണ്. ഇൻവോൾവ്സ് ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം വൺ പ്ലാന്റ് ടു അനദർ ഓഫ് ഡിഫറെൻറ്റ് പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ അതിന് ക്രോസ് പോളിനേഷൻ എന്ന് വിളിക്കും. ഇതെന്തായാലും ചോദിക്കുക. അപ്പോൾ ക്രോസ് പോളിനേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കുക ആക്ച്വലി. പിന്നെ നമ്മുടെ തിങ്സ് ആർ ടു ബി കൺസിഡർ ഫോർ ബെറ്റർ ഈൽഡ്. നമുക്കൊരു ഈൽഡ് ബെറ്റർ ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ തിങ്സ് യൂസ് ചെയ്യുന്നതാണ്. അതായത് ഫെർട്ടിലൈസ് സോയിൽ, അതായത് നല്ല വളക്കൂറുള്ള മണ്ണ്. പിന്നെ പെസ്റ്റ് കൺട്രോൾ നടത്തണം. പിന്നെ സ്യൂട്ടബിൾ ക്ലൈമറ്റ് വേണം. നമുക്ക് ഓരോ ക്ലൈമറ്റ് അനുസരിച്ചാണല്ലോ നമ്മുടെ ഈൽഡിൻ്റെ വളർച്ചയെ അത് ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇറിഗേഷൻ, ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യണം. ഇത്ര പഠിക്കുക. പിന്നെ ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് വിത്ത് എക്സാമ്പിൾ വെച്ചിട്ട് എഴുതാനാണ് നമ്മൾ പറഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ ഈ മെത്തേഡിൽ നമ്മൾ മൈക്രോബ്സിനെ യൂസ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഫെർട്ടിലൈസേഷനെയാണ് നമ്മൾ മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓർക്കാം, മൈക്രോബിയൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓർക്കാം മൈക്രോബിയൽസിനെ യൂസ് ചെയ്യുന്നു. അത്ര മാത്രം പഠിച്ചു വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ദിസ് മെത്തേഡിൽ എക്സാമ്പിൾസും പഠിച്ചു വയ്ക്കുക. പിന്നെ ഡയറക്ട്ലി ലാസ്റ്റ് ഫൈനൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്ലാന്റഡ് സീഡും നോട്ട് ഡയറക്ട്ലി പ്ലാന്റഡ് സീഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഡയറക്ട്ലി എന്ന് പറയുമ്പോൾ പീ, പംകിൻ, ലേഡി ഫിംഗേഴ്സ് അതൊക്കെ എക്സാമ്പിൾ ആണ്. പിന്നെ നോട്ട് ഡയറക്ട്ലി എന്ന് പറഞ്ഞാൽ സ്പിനാച്ച്, ബ്രിഞ്ചാൾ, ചില്ലി ഇത്രയും എക്സാമ്പിൾ ആണ്. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻ എന്തായാലും എല്ലാവരും പഠിച്ചിട്ട് പോവാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമന്റ് ആയിട്ട് ഇടാം. കുറേ കുട്ടികൾ പറഞ്ഞായിരുന്നു ബേസിക് സയൻസിന് നോട്ട് ഇടണമെന്ന്, അതുകൊണ്ടാണ് വേഗം തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടത്. അപ്പോൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ അത് കമന്റ് ഇടാം. ഷോർട്ട് നോട്ട്സ് ആയിട്ട് വേണമെങ്കിൽ അത് കമന്റ് ഇടാം. നമ്മളെ സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.